ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. प्रभु के नाम की महिमा हो। ഇന്ന് ഈ സംവിധാനത്തിലൂടെ പ്രിയപ്പെട്ടവരെ കാണാനും സംസാരിപ്പാനും ഒക്കെ ഇടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. इस रिसोर्स के द्वारा हम सब लोग इस प्रकार से एक दूसरे को मिल पा रहे हैं, उसके लिए मैं प्रभु को धन्यवाद देता हूँ. ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കി ഈ നിലയിൽ സംസാരിപ്പാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ട പ്രിയപ്പെട്ടവരോടൊക്കെയുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഞാൻ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. इस प्रकार से हम सबको मिलने का एक अवसर जिन आयोजकों ने किया है, उसके लिए मैं आप सबों को धन्यवाद देता हूँ. പല ഭാഗങ്ങളിലായിട്ടിരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമുള്ള ആദരവ് സ്നേഹം പ്രാരംഭമായിട്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ അറിയിക്കുകയാണ്. मैं मेरे हृदय से आप सबों को जो इसमें जुड़े हुए हैं उनको मैं धन्यवाद और आदर देता हूँ. നമുക്ക് നമ്മുടെ ചിന്തയ്ക്കായിട്ട് സദൃശ്യവാക്യം 8-ാം അധ്യായം 34-ാമത്തെ വാക്യം വായിക്കാം. ड्यूट्रोनमी अല്ലേ बताए? Proverbs 8:34. അത് വായിക്കുന്നത്, ദിവസം പ്രതി എൻ്റെ പടിവാതിക്കൽ ജാഗരിച്ചും എൻ്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തും കൊണ്ട് എൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സദൃശ്യവാക്യം 8:34. Proverbs 8:34. नीति वचन 8वें अध्याय का 34 हम पढ़ेंगे. क्या ही धन्य है वह मनुष्य जो मेरी सुनता, वरन मेरी डेवढ़ी पर प्रतिदिन खड़ा रहता और मेरे द्वारों के सबों के पास दृष्टि लगाए रहता है. ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഒരു പൊരുത്തക്കേട് ചിലപ്പോൾ തോന്നും എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. कई बार ये पढ़ने के बाद मुझे लगता है कुछ इसमें गड़बड़ है. ഇത് ഒരു ഭാഗ്യവാനെ കുറിച്ചാണ് പറയുന്നത്. क्या ये एक भाग्यवान व्यक्ति के बारे में बताया जा रहा है क्या? പക്ഷെ ഈ ഭാഗ്യവാൻ എന്താ ചെയ്യുന്നത്? ये जो ऐसा जो व्यक्ति है वो क्या कर रहा है? അദ്ദേഹം ഈ ഭാഗ്യവാന് മറ്റാരുടെയോ പടിവാതിക്കലോ വാതിൽ കട്ടളയ്ക്കോ ഒക്കെ ക്ഷമയോടെ കാത്ത് അവരുടെ ഔദാര്യത്തിനായിട്ട് കാത്തുകൊണ്ട് നിൽക്കുന്നവനാണ്. അവനെ ഭാഗ്യവാൻ എന്ന് വിളിച്ചിരിക്കുന്നു. एक व्यक्ति वो और किसी के दरवाजे पे जाके खड़ा है और वो विनती कर रहा है, इस व्यक्ति को यहाँ धन्य बोला जा रहा है. നോക്കുക, സാധാരണ ഒരു ഭിക്ഷക്കാരനാണ്, ദരിദ്രനാണ് ഒരു ധനവാന്റെ പടിവാതിക്കലോ ഗേറ്റിലോ കാത്തു നിൽക്കുന്നത്. हम साधारण रीति में इस प्रकार से देखते हैं कि एक गरीब व्यक्ति एक अमीर व्यक्ति के घर के दरवाजे के पास जाके कुछ मांगने के लिए जाता है. നമ്മളെ കർത്താവ് പറഞ്ഞ ലാസറിന്റെയും ധനവാന്റെയും ഉപമ നമുക്കറിയാം. हम प्रभु यीशु ने जो कहानी हमको बताई थी लाजर और वो गरीब व्यक्ति के विषय में, അവിടെ കർത്താവ് ലൂക്കോസ് 16:20 പറയുന്നത്, ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു, ധനവാന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു, ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കാൻ ആഗ്രഹിച്ചു എന്നാ പറയുന്നത്. वहां हम लूका के 16वें अध्याय में इस प्रकार से पढ़ते हैं कि एक गरीब व्यक्ति जिसका नाम लाजर था, वह अमीर व्यक्ति के मेज से जो गिरता था वह खाने का आग्रह करते हुए रुका हुआ था. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെങ്കിലും ഈ നിലയിലുള്ള ഒരാളെ ഭാഗ്യവാൻ എന്ന് പറയുമോ? क्या हम इस प्रकार के एक व्यक्ति को भाग्यवान बोलेंगे क्या? ലാസർ ഒരു ദരിദ്രനായിരുന്നു, മറ്റു മാർഗമൊന്നുമില്ല, ഈ ധനവാന്റെ പടിപ്പുരയ്ക്കൽ കിടക്കുക. ये लाजर एकदम गरीब व्यक्ति था, उसके पास कोई उपाय नहीं था, वह इस अमीर व्यक्ति के घर के बाहर बैठा हुआ था या पड़ा हुआ था. ഇവിടെ ഇതാ സദൃശ്യവാക്യത്തിലും നമ്മൾ വായിച്ച ആ ഭാഗ്യവാൻ ഒരു പടിവാതിക്കൽ കിടക്കുക. यहाँ पर भी हम देखते हैं ये व्यक्ति जो हमने नीति वचन में पढ़ा, वो भी एक दरवाजे पे रुका हुआ है, पड़ा हुआ है. തീർച്ചയായിട്ടും ഇവൻ ഒരു ദരിദ്രനായിരിക്കണം, ഒരു ധനവാന്റെ ഔദാര്യം കാത്ത് അദ്ദേഹത്തിനൊരു
ആ നിലയിൽ ഒരു ഔദാര്യം തോന്നുമോ എന്ന് പ്രതീക്ഷിച്ച് കാത്തു കിടക്കുക. ये व्यक्ति भी जरूर एक गरीब व्यक्ति होगा, क्योंकि वो इस प्रकार से दरवाजे पे खड़ा है कि शायद उसको कुछ अमीर व्यक्ति से कुछ मिल जाए करके वहां खड़ा है। അങ്ങനെ ഒരാൾ എങ്ങനെയാ ഭാഗ്യവാനാകുന്നത്? ऐसा एक व्यक्ति कैसे भाग्यवान हो सकता है? നമ്മൾ ഇത് വായിക്കുമ്പോൾ നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 5:3 കർത്താവ് ഏതാണ്ട് ഇതുപോലെ ഒരു വാക്യം പറഞ്ഞത് നമ്മൾ ഓർത്തു പോകും. हम जब यह पढ़ते हैं तो हम इसी के जैसा ही एक वचन मत्ती के 5वें अध्याय में पढ़ते हैं, जो प्रभु यीशु ने बोला था। കർത്താവ് ഗിരിപ്രഭാഷണം ആരംഭിക്കുമ്പോൾ തുടക്കത്തില് പറയുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. प्रभु यीशु ने जब पर्वत का उपदेश शुरू किया तो उन्होंने शुरुआत ही इसी वचन से किया था कि जो आत्मा के दीन है वे धन्य है करके। ഇവിടെയും നമ്മൾ ഒറ്റ വായനയ്ക്ക് ചിന്തിച്ചു പോകും, ആത്മാവിൽ ദരിദ്രൻ എങ്ങനെയാ ഭാഗ്യവാനാകുന്നത്? हम ये एक झटके से हम अगर पढ़े तो हमको भी लगेगा कि ये कैसे एक इस प्रकार का आत्मिक रीति से गरीब व्यक्ति कैसे धन्य हो सकता है? ആത്മാവിൽ നമ്മൾ ദരിദ്രരാകുകയാണോ വേണ്ടത്? നമ്മൾ ആത്മാവിലൊക്കെ വലിയ സമ്പന്നരാകുകയല്ലേ വേണ്ടത് എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകും. हम साधारण रीति में हम इस प्रकार से सोच बैठते हैं कि हमें तो आत्मा में बलवंत होना है, ना कि इस प्रकार से हमें बलहीन बनना है। പക്ഷേ ഈ കാര്യം നമ്മൾ ആത്മാവിൽ ദരിദ്രൻ ഭാഗ്യവാനാകുന്നത് അവന് ദൈവത്തിൽ എപ്പോഴും ആശ്രയിച്ച് നിൽക്കുന്നത് കൊണ്ടാണ്. वह किस लिए भाग्यवान होता है? क्योंकि वह आत्मा में वो गरीब है। ആത്മാവിലെ ദാരിദ്ര്യവും നമുക്ക് ഭൗതിക ദാരിദ്ര്യം പോലെ ചിന്തിച്ചാലേ ഈ കാര്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. आत्मा में गरीबी हम जैसे आर्थिक रीति से गरीबी के तुलना में हम समझेंगे, तभी हम सही रीति से इसको समझ पाएंगे। ഭൗതികമായിട്ട് ദരിദ്രനായവൻ എപ്പോഴും ധനവാനെ ആശ്രയിച്ചു നിൽക്കുന്നത് പോലെയാണ് ആത്മാവിലെ ദരിദ്രനായവനും എപ്പോഴും ദൈവത്തെ ആശ്രയിച്ചു നിൽക്കുന്നത്. एक शारीरिक रीति में गरीब व्यक्ति भी इसी प्रकार से एक अमीर व्यक्ति के ऊपर आश्रित रहता है, उसी प्रकार से आत्मा में जो बलहीन व्यक्ति है वो भी हमेशा परमेश्वर पर आश्रित रहेगा। പ്രിയപ്പെട്ടവരെ, സത്യത്തില് കർത്താവ് ഗിരിപ്രഭാഷണം ആരംഭിക്കുമ്പോൾ അതിലേക്ക് കടക്കാനുള്ള ഒരു താക്കോല് പോലെ ആദ്യമായിട്ട് പറയുന്നത് നമ്മളെല്ലാവരും എന്തായിരിക്കണം? ആത്മാവിൽ ദാരിദ്ര്യമുള്ളവരായിരിക്കണം. നമ്മൾ ദൈവത്തിന്റെ പടിവാതിക്കൽ ജാഗരിച്ചു നിൽക്കുന്നവരായിരിക്കണം. प्रभु यीशु ने जब पर्वत का उपदेश शुरू किया तो उसका शुरुआत की एक चाबी के जैसे उन्होंने यह वचन का प्रयोग किया कि हम हमारी आत्मा में दीन रहे या जरूरतमंद रहेंगे तो हम आगे बढ़ सकते हैं। സദൃശ്യവാക്യത്തിൽ നമ്മൾ തുടക്കത്തിൽ വായിച്ച വാക്യവും ദൈവത്തോട് ബന്ധപ്പെടുത്തിയാണ് നമുക്ക് ചിന്തിക്കാവുന്നത്. हमने जो नीति वचन में भी जो वचन पढ़ा उसको भी हम प्रभु के साथ वो संबंध के विषय में हम उसको अध्ययन कर सकते हैं। അതിന്റെ തുടക്കത്തിലെ ജ്ഞാനമാണ് സംസാരിക്കുന്നത്. സാക്ഷാൽ ജ്ഞാനത്തിന്റെ ഇരിപ്പിടമായ ദൈവം പറയുന്നു, എന്റെ പടിവാതിക്കൽ ജാഗരിക്കുക, എന്റെ വാതിൽ കട്ടളക്കൽ കാക്കുക, അങ്ങനെയുള്ളവൻ ഭാഗ്യവാനാണ്. वहां पर भी हम इस प्रकार से पढ़ते हैं कि ज्ञानी ही हमसे इस प्रकार से बोल रहा है कि जो परमेश्वर के दरवाजे पर जो आके खड़ा होता है वैसा व्यक्ति धन्य है। പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുമ്പോൾ പലപ്പോഴും ദൈവത്തിന്റെ അടുത്ത് ചെന്ന് ദൈവമേ എന്നോട് കനിയണമേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിന്റെ മുമ്പാകെ ആത്മാവിലെ ദാരിദ്ര്യാവസ്ഥയിലാണ് തുടങ്ങുന്നത്. हम सब लोग जब ख्रिस्ती जीवन में शुरुआत करते हैं, आरंभ के दिनों में जब प्रभु के पास आते हैं तो हम इस प्रकार से निर्बल होके प्रभु की सहायता मांगते हुए हम पापी हैं करके अंगीकार करके हम परमेश्वर के सामने आते हैं। നമ്മുടെ വലിയ പാപങ്ങളുടെ കടം ആര് തീർത്തു തരും? തീർച്ചയായിട്ടും അതിസമ്പന്നനായ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ എന്ന ബോധ്യത്തോടെ നമ്മൾ
രക്ഷയിലേക്ക് വരുന്ന നിമിഷത്തിൽ നമ്മൾ കർത്താവിൻ്റെ പടിവാതിക്കൽ ആത്മാവിലെ ദാരിദ്ര്യത്തോടെ നിൽക്കുകയാണ്. हम इस प्रकार से हमारे पापों का भार कौन चुकाएगा करके ऐसे एक दीन अवस्था में हम परमेश्वर के सामने आते हैं. എന്നാൽ അങ്ങനെ രക്ഷയിലേക്ക് വന്ന് സഭയിലേക്കൊക്കെ വരുന്ന ആദ്യകാലത്ത് നമുക്ക് ദൈവത്തിലുള്ള ആശ്രയവും ദൈവമുമ്പാകെയുള്ള താഴ്മയും വിനയവും ഉണ്ടായിരിക്കും. हम इस प्रकार से शुरुआती दिन में जब प्रभु के पास आए थे तो हम उस प्रकार से आत्मिक दीनता में थे और एक जरूरतमंद लोग थे हम. എന്നാൽ പലപ്പോഴും നാളുകൾ കടന്നു പോകെ, വർഷങ്ങൾ കടന്നു പോകെ, നമ്മൾ പതുക്കെ ഈ കാര്യങ്ങളിലൊക്കെ നമ്മളങ്ങ് ബിരുദമെടുക്കുന്നവരെ പോലെ ആയിപ്പോകും. പല കാര്യങ്ങളും നമുക്ക് പരിചയമായി പോകും. परंतु जैसे जैसे दिन बीतते जाते हैं हमको लगता है कि हमारी कुछ उच्च पदवी होगी या हमने कुछ ज्यादा सीख लिया है करके सोच बैठते हैं. നമുക്കിപ്പം ബൈബിളൊക്കെ കുറച്ചൊക്കെ അറിയാം, ക്രിസ്തീയ പാട്ടുകളൊക്കെ കുറച്ചൊക്കെ അറിയാം. अभी हमें बाइबल के बारे में कुछ समझ आ गया है, अभी हम कुछ ख्रिस्ती गीत वगैरह गा सकते हैं, ऐसा एक समझ. സഭയിലുള്ളവർക്കൊക്കെ സ്നേഹവും ബഹുമാനവും തോന്നത്തക്കവണ്ണം എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്, അതിൻ്റെ ഉപയോഗിക്കേണ്ട വാക്കുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് പരിചയമാണ്. अभी कलीसिया के जो भाई बहन हैं उनका आदर सब हम पा चुके हैं, किस प्रकार से सही रीति से बात किया तो उनका आदर मिलेगा, ये सब अभी हम सीख गए हैं. ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോഴും നമുക്കിപ്പോ പഴയ കണ്ണുനീരില്ല. പലപ്പോഴും നമ്മുടെ ഹൃദയം അങ്ങ് കട്ട പിടിച്ചതുപോലെ പേരിന് നമ്മളൊരു ചടങ്ങ് പോലെ പ്രാർത്ഥിച്ചു പോവുകയാണ്. हम जब अभी परमेश्वर के पास भी जब आते हैं तो एक केवल एक रीति के प्रमाण में हम प्रार्थना करते हैं, वो रोना हमारे जीवन से हट गया है. എന്താ നമുക്ക് സംഭവിച്ചത്? इसमें क्या हुआ है हमारे अंदर? നമ്മുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആത്മാവിലെ ദാരിദ്ര്യം പതുക്കെ നമുക്ക് കൈമോശം വന്ന് ആ സ്ഥാനത്ത് നമുക്കൊരു സ്വയബലവും സ്വയതൃപ്തിയും വന്നുപോയി. इसमें हुआ क्या है, जो हमारे मन में जो पहले दिनों में जो मन की दीनता थी वो निकलकर हमको हमारे ऊपर स्वयं का एक आश्रय और बल हम पर आश्रय रखने लगते हैं. എന്നാൽ ഇവിടെ നോക്കുക, മത്തായി 5:3 അവിടെ കർത്താവ് പറയുന്നത് ക്രിസ്തീയതയുടെ തുടക്കത്തിൽ ആത്മാവിൽ ദാരിദ്ര്യാവസ്ഥ മതിയെന്നല്ല, മറിച്ച് ക്രിസ്തീയ ജീവിതത്തിൽ ഉടനീളം ആത്മാവിൽ ദാരിദ്ര്യമുള്ളവരാണ് ഭാഗ്യവാന്മാർ, അവർക്കാണ് സ്വർഗരാജ്യം എന്ന് കർത്താവ് പറയുന്നു. देखिए यहाँ मत्ती 3 वचन में हम पढ़ते हैं, प्रभु यीशु बोलते हैं कि केवल उन पहले शुरुआती दिनों में मन के दीन नहीं, परंतु हमारे पूरे क्रिस्ती जीवन भर हम इस प्रकार से प्रभु पर निर्भर रहना, उन लोगों को ही स्वर्ग का राज्य मिलेगा करके लिखा है. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന നമ്മൾ ആത്മാവിൽ ദരിദ്രരാണോ അതോ നമ്മളൊരു സ്വയബലമുള്ളവരാണോ? ഇതെങ്ങനെ കണ്ടെത്താൻ കഴിയും? हम आज कैसे अपने आप को जांच सकते हैं कि क्या हम इस प्रकार से आत्मिक रीति से दीन या जरूरतमंद हैं कि अपने ऊपर ही हम आश्रित हैं? ലൂക്കോസിന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ ഒരു ഉപമയില് ഇത് സംബന്ധിച്ച് നമുക്ക് പല ഉത്തരങ്ങള് കണ്ടെത്താനായിട്ട് കഴിയും. हम लूका के पुस्तक में भी एक प्रभु यीशु के द्वारा दिए हुए एक उदाहरण के द्वारा हम इन चीजों को देख सकते हैं. ലൂക്കോസ് 18:9 മുതൽ 14 വരെ ഉള്ള വാക്യത്തില് ഒരു ചുങ്കക്കാരനും പരീശനും ദൈവാലയത്തില് പ്രാർത്ഥിക്കാൻ പോയ ഉപമയാണ് കർത്താവ് പറയുന്നത്. हम लूका के 18वें अध्याय में 9वें वचन से हम एक फरीसी और चुंगी लेने वाले के विषय में हम एक दृष्टांत पढ़ते हैं. നമുക്ക് അത് അറിയാം. ഞാൻ സമയചുരുക്കം മൂലം അത് വായിക്കാനായിട്ട് തുനിയുന്നില്ല. हम सब ये कहानी जानते हैं, इसलिए मैं उसमें से पढ़ना नहीं चाहता क्योंकि समय की कमती के कारण. അതിലെ പരീശൻ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്ന ആളാണ്, ന്യായപ്രമാണം എല്ലാം കൃത്യമായി പാലിക്കുന്ന ആളാണ്. അങ്ങനെ ഉള്ള പരീശൻ വന്ന ആദ്യം പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങും. यहाँ हम फरीसी के विषय में देखते हैं कि वो सारे
प्रमाणों को पालन करने वाला था, प्रार्थना करता है, वही पहला शुरुआत करता है प्रार्थना का। ആ പരീശൻ അതിന്റെ 11-ാമത്തെ വാക്യം, പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. वह इस प्रकार से प्रार्थना करता है कि मैं तुझे धन्यवाद करता हूं कि मैं और मनुष्यों की नाई अंधेर करने वाला, अन्यायी, व्यभिचारी नहीं और ना इस चुंगी लेने वाले के समान हूं। തുടർന്ന് 12-ാം വാക്യത്തിൽ, ആഴ്ചയിൽ 2 വട്ടം ഞാൻ ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. आगे इस प्रकार से वो प्रार्थना करता है, मैं सप्ताह में 2 बार उपवास करता हूं, मैं अपनी सब कमाई का 10वां अंश भी देता हूं। അതേസമയം അതിന് താഴെ ഇതാ, ചുങ്കക്കാരൻ വന്ന് അവൻ അങ്ങോട്ട് നോക്കാൻ പോലും ധൈര്യമില്ലാതെ മാറത്തടിച്ച്, പാപിയായ എന്നോട് കരുണ തോന്നണേ എന്ന് മാത്രം പ്രാർത്ഥിച്ച് നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോകുന്നു. परंतु हम चुंगी लेने वाले के विषय में देखते हैं कि वो ऊपर भी ना देखते हुए वह अपने सीने पर मारते हुए बोलता है, मुझ पापी पर दया कीजिए करके प्रार्थना करके आखिरी में वो नाई होकर वापस लौट के जाता है। ഈ ഇവിടെ കാണുന്ന ഈ പരീശനെയും ചുങ്കക്കാരനെയും താരതമ്യം ചെയ്താൽ നമുക്ക് ആത്മാവിലെ ദരിദ്രന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്താനൊക്കും. अगर हमने यह चुंगी लेने वाला और फरीसी के जीवन के विषय में हम तुलना करेंगे तो हम कई चीजें आत्मिक दरिद्रता के विषय में हम समझ सकते हैं। ഒന്നാമത്, ആത്മാവിലെ ദരിദ്രന് വേണ്ടത് ദൈവികമായ ഒരു നിലവാരം കാണുക എന്നുള്ളതാണ്. पहली जो आत्मा में दरिद्रता का जरूरत चीज ये है कि हमारी ആത്മാവിലെ ദരിദ്രന് വേണ്ട ഒന്നാമത്തെ ഗുണം ദൈവികമായ ഒരു നിലവാരം കാണുക, അല്ലെങ്കിൽ ദൈവത്തെ തന്നെ കാണുക എന്നതാണ്. पहली जरूरत ये है कि परमेश्वर को स्वयं देखना, वही पहली जरूरत है। ഇവിടെ ഇതാ പരീശൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നെങ്കിലും അവൻ ദൈവത്തെ കുറിച്ചല്ല പറയുന്നത്. यहाँ हम देखते हैं कि वह जब बोल रहा है वो परमेश्वर के विषय में नहीं बोल रहा है। അവൻ പറയുന്നത്, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, പതാരം കൊടുക്കുന്നു എന്നിങ്ങനെ അവന്റെ നന്മകൾ തന്നെയാണ്, സ്വന്തം നന്മകൾ തന്നെയാണ് അവൻ കാണുന്നത്. അവൻ ദൈവത്തെ കാണുന്നില്ല. वो वहां परमेश्वर को नहीं देख रहा है, परंतु अपनी ही खुद की भलाई के विषय में वह बोल रहा है कि मैं इतने दिन इतना प्रार्थना करता हूं, इतना देता हूं करके खुद के बारे में बोल रहा है। അതുപോലെ തന്നെ അവൻ മറ്റുള്ളവരെ അതുപോലെ തൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന ആ ചുങ്കക്കാരനെ, അങ്ങനെ മറ്റുള്ളവരെ കാണുന്നു, അപ്പോഴും ദൈവത്തെ കാണുന്നില്ല. उसके अलावा वह जब प्रभु को नहीं देख रहा है, उसके आजू बाजू में जो खड़े हैं उनके विषय में वो बोल रहा है। എന്നാൽ ഇതാ, ആ സ്ഥാനത്ത് ചുങ്കക്കാരൻ ആകെ കണ്ടത് ദൈവത്തെ മാത്രമാണ്. परंतु चुंगी लेने वाले ने एक ही व्यक्ति को देखा, वह था परमेश्वर को स्वयं। ആ ചുങ്കക്കാരന് തൻ്റെ ഒരു നന്മയും പറയാനില്ല, അവൻ തന്നെ തന്നെ കണ്ടില്ല. उसको अपने आप को स्वयं ही नहीं देखा और किसी के बारे में उसको सोचने का या देखने का समय नहीं था। ചുങ്കക്കാരൻ മറ്റു പ്രാർത്ഥിക്കാൻ വന്ന മറ്റാളുകളെ കണ്ടില്ല, തൻ്റെ അടുത്ത് നിന്ന പരീശനെ കണ്ടില്ല, മറ്റാരെയും ശ്രദ്ധിച്ചില്ല. ദൈവത്തോട് മാത്രമാണ് അവൻ പ്രാർത്ഥിച്ചത്, ദൈവത്തെ മാത്രമാണ് അവൻ കണ്ടത്. वो चुंगी लेने वाले ने उसके बाजू में खड़े हुए वो फरीसी को नहीं देखा, अन्य लोगों को नहीं देखा, उसने केवल परमेश्वर को ही देखा। അപ്പോ ആത്മാവിലെ ദരിദ്രന് വേണ്ട ഒന്നാമത്തെ ഗുണം ദൈവത്തെ കാണുക, അല്ലെങ്കിൽ ആത്മീയതയ്ക്ക് ദൈവം വെച്ചിരിക്കുന്ന ആ നിലവാരം കാണുക എന്നുള്ളതാണ്. आत्मिक रीति से गरीबी का मतलब यही है कि हमें हमेशा परमेश्वर को जानना या परमेश्वर के विषय में समझना। രണ്ടാമത്, ആത്മാവിലെ ദരിദ്രന് വേണ്ട ഗുണം ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്, ആ ദൈവിക നിലവാരത്തിന്റെ വെളിച്ചത്തിൽ അവൻ എന്ത് വേണം? സ്വന്തം കുറവ് കാണണം. दूसरी चीज एक आत्मिक गरीबी का यह है कि परमेश्वर की सानिध्य में अपनी जरूरत को समझना,
ഓ, നമ്മളൊരു വലിയ വെളിച്ചത്തില് നമ്മൾ ഇട്ടേക്കുന്ന ഷർട്ടേലെ കറയും ചുളുക്കവും ഒക്കെ കാണുന്നത് പോലെ ദൈവത്തെ കാണുന്ന ആ വലിയ വെളിച്ചത്തിൽ നമ്മുടെ കുറവുകളാണ് രണ്ടാമത് നമ്മൾ കാണേണ്ടത്. दूसरी चीज जो हमें देखना है वो एक प्रकाश में रोशनी के सामने हमारे शर्ट में पड़ा हुआ एक छोटा दाग भी दिख जाता है, वैसे ही परमेश्वर की सानिध्य में अपनी बुराई, हमारी जरूरत को समझना, वह दूसरी जरूरत की चीज है. ഇവിടെ ഇതാ നമ്മൾ ഒന്നാമത് പറഞ്ഞ ആ പരീശൻ അവന് സ്വന്തം കുറവൊന്നും കാണുന്നില്ല. देखो, पहले जो फरीसी के विषय में हम पढ़ते हैं तो वहां उसने अपनी जरूरत कुछ भी नहीं समझा. അവൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെ പതാരം കൊടുക്കുന്നു എന്നിങ്ങനെ തന്റെ മഹത്വം മാത്രമാ കാണുന്നത്, അല്ലാതെ തന്റെ കുറവ് കാണുന്നില്ല. കാരണം അവൻ ദൈവത്തെ കണ്ടില്ല ഒന്നാമത്. क्योंकि उसने वहां पे अपनी जरूरत नहीं देखा, उसने केवल अपनी बढ़ाई, उसने जो अच्छे काम किया उसी के विषय में वह बोल रहा है. എന്നാൽ ആ സ്ഥാനത്ത് ചുങ്കക്കാരനോ? परंतु उसी जगह पर वो चुंगी लेने वाला कैसे स्थान पे था? ചുങ്കക്കാരൻ തന്റെ കുറവ് മാത്രമാണ് കണ്ടത്. അയ്യോ, പാപിയാണ് ഞാൻ, എന്നോട് കരുണ വേണം എന്ന് പറഞ്ഞ് മാറത്തടിക്കുകയാണ് അവൻ ചെയ്യുന്നത്. उसने केवल अपनी ही गलती, अपनी ही जरूरत को समझा और वह अपने छाती पर मार कर मैं पापी हूं करके अंगीकार कर रहा था. പ്രിയപ്പെട്ടവരെ, ആത്മാവിലെ ദരിദ്രന് വേണ്ട മൂന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് അവന്റെ കുറവ് കണ്ടിട്ട് മതിയായതെല്ലാം തരാൻ കഴിവുള്ള വലിയവനായ ദൈവത്തോട് ചോദിക്കണം. അതാണ് മൂന്നാമത് വേണ്ട ഗുണം. तीसरा आत्मिक गरीबी का एक जरूरतमंद चीज यह है कि हम अपनी जरूरत को समझकर हम वह धनी परमेश्वर से मांगना. അപ്പോൾ നമ്മൾ പറഞ്ഞത് ദൈവികമായ ആ നിലവാരം കാണണം, ആ നിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുറവ് കാണണം. ഈ കുറവ് കണ്ടിട്ട് നമ്മൾ ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കാൻ മനസ്സുള്ളവനായ വലിയവനായ ദൈവത്തോട് അപേക്ഷിക്കാനും യാചിക്കാനും മടിക്കരുത്. हमें यह तीनों चीजों को ध्यान देना है. पहले हमें परमेश्वर को समझ जानना है, परमेश्वर के द्वारा हमें जो हमारी जो जरूरत है उसको समझना है, वह समझकर वह उदारता से देने वाले परमेश्वर के पास मांगना है. ഇവിടെ ഇതാ ഈ പരീശൻ ദൈവത്തോട് ഒരു കാര്യവും അപേക്ഷിക്കുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല, തനിക്ക് എന്തെങ്കിലും തരണമെന്ന് പറയുന്നില്ല. वहां देखिए, फरीसी कोई भी चीज वो मांगता नहीं है परमेश्वर से. എന്നാൽ അതേസമയം ചുങ്കക്കാരൻ ഈ കാര്യവും അവന്റെ പ്രാർത്ഥനയിലുണ്ട്. അവൻ പറയുന്നു, എന്നോട് കരുണയുണ്ടാകണമേ എന്നവൻ അപേക്ഷിക്കുന്നു. परंतु चुंगी वाला देखो किस प्रकार से वो प्रार्थना करता है, मुझ पर दया कीजिए, करुणा कीजिए करके वो वहां प्रार्थना कर रहा है, वो मांग रहा है. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ എത്ര വർഷം മുന്നോട്ട് പോയാലും നമ്മൾ ദിനംതോറും ആത്മാവിൽ ദരിദ്രരായി നിൽക്കണം. हम हमारे क्रिस्ती जीवन में जितना भी हम आगे क्यों ना बढ़े, हमें हमेशा इस प्रकार से आत्मिक गरीबी हमारे जीवन में होनी चाहिए. ഈ നിലയിൽ ആത്മാവിലെ ദാരിദ്ര്യത്തോടെ ദിനംതോറും നിൽക്കണമെങ്കിലോ ദിവസവും ദൈവത്തിന്റെ മഹത്വം കാണണം, നമ്മുടെ കുറവുകൾ കാണണം. അതിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തോട് ചോദിക്കാനും മടിക്കരുത്. इस रीति से हमें आत्मिक गरीबी में हमेशा रहना है, तो हमें प्रभु की सानिध्य जानना है, हमारे कमियों को समझना है और प्रभु के पास जाके मांगना है. ये तीनों चीजें करनी है. വെളിപ്പാട് പുസ്തകം 3:17 വെളിപ്പാട് 3:17 ലവോദിക്ക സഭ, ആ സഭ എന്താ പറയുന്നത്? എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അവൻ അറിയാതെ ഇരിക്കുന്നു എന്നാണ് ദൈവാത്മാവ് പറയുന്നത്. വെളിപ്പാട് 3:17. हम प्रकाशित वाक्य 3 में हम इस प्रकार से लवोदिका कलीसिया के विषय में देखते हैं कि वह अपने आप को संपन्न समझता है, उसको कोई भी चीज की जरूरत नहीं है,
परंतु परमेश्वर यीशु उसको बोलते हैं कि वो नग्न है, हीन है, गरीब है करके उसकी अवस्था उसको समझाते हैं। കണ്ടോ, ലവോദിക്ക സഭയുടെ അവസ്ഥ ഈ പരീശനെ പോലെയാണ്. ആത്മാവിൽ ഒരു ദാരിദ്ര്യമില്ല, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്നാണ് ലവോദിക്ക സഭ പറയുന്നത്. देखिए किस प्रकार से वो लवोदिकिया कलीसिया बोल रही है कि मेरे को किसी भी चीज की जरूरत नहीं है करके। പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിരന്തരം ആത്മാവിലെ ദാരിദ്ര്യത്തോടെ നമ്മൾ നിൽക്കണം. इसलिए हमें हमेशा वह आत्मिक गरीबी के साथ ही हमें जीना है. നമ്മൾ ആത്മാവിൽ ദാരിദ്ര്യം ഉള്ളവന്റെ ഗുണങ്ങൾ നമ്മൾ അക്കമിട്ട് 3 കാര്യങ്ങൾ പറഞ്ഞു. हमने आत्मिक गरीब व्यक्ति के विषय में 3 चीजों को गिनती करके हमने लिखा, सीखा. അതിലൊന്നാമത് നമ്മൾ പറഞ്ഞ ദൈവികമായ നിലവാരം, ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു നിലവാരം നമ്മൾ കാണണം എന്നാണ്. हमने पहला यह देखा कि परमेश्वर की प्रसन्नता, वो परमेश्वर को जाना, परमेश्वर क्या हमसे चाहता है उसको समझना. ബൈബിളില് എത്രയെത്ര വാക്യങ്ങള് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ നിലവാരം വ്യക്തമാക്കുന്നുണ്ട്. पर बाइबल में कई वचन दिए गए हैं जो परमेश्वर हमारे विषय में चाहता है, उसको लिखा हुआ है. ഉദാഹരണത്തിന് ചില വാക്യങ്ങൾ നമുക്ക് വളരെ വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോകാം. उदाहरण के लिए कुछ हम वचन हम जल्दी में जाएंगे. 1 യോഹന്നാൻ 2:6 പറയുന്നു, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. 1 യോഹന്നാൻ 2:6. 1 यूहन्ना 2:6 में हम इस प्रकार से पढ़ते हैं कि जो कोई यह कहता है कि मैं उसमें बना रहता हूं, उसे चाहिए कि आप भी वैसा ही चले जैसा वह चलता था, यीशु चलता था. കണ്ടോ, അപ്പോ നമ്മുടെ നിലവാരം യേശു നടന്നതുപോലെ നടക്കുക. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ എങ്ങനെ പെരുമാറി, എങ്ങനെ സംസാരിച്ചു, എങ്ങനെ കാര്യങ്ങളോട് പ്രതികരിച്ചു, അവൻ നടന്നതുപോലെ, അതാണ് നിലവാരം. यही परमेश्वर हमसे चाहता है कि किस प्रकार से प्रभु यीशु चला, जिस प्रकार से उन्होंने व्यवहार किया, बातचीत की, उसी रीति से हमें भी चलना है. നമുക്ക് വളരെ പരിചിതമായ റോമർ 8:29 നമ്മൾ കാണുന്നത് യേശുവിന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപപ്പെടുക. കണ്ടോ, അവിടെയും നിലവാരം യേശുവിന്റെ സ്വരൂപമാണ്. वहां देखिए रोमियो के 8 में हम पढ़ते हैं कि हम परमेश्वर के स्वरूप में बदलना, उस रीति से हमारा जीवन बदलना, वह भी एक जरूरत है. മത്തായി സുവിശേഷം 11:29 യേശു പറയുന്നു, നിങ്ങൾ എല്ലാവരും സൗമ്യതയും താഴ്മയും എന്നിൽ നിന്ന് പഠിക്കണം, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്നോട് പഠിപ്പീൻ. മത്തായി 11:29. मत्ती 11:29 में हम इस प्रकार से पढ़ते हैं, प्रभु यीशु बोलते हैं मुझसे सीखो दीन और सौम्य बनो करके. वहां पर भी हमें वह सीखने के विषय में बताया गया है प्रभु यीशु की तुलना में. അപ്പോ യേശു നടന്നതുപോലെ നമ്മൾ നടക്കണം, യേശുവിന്റെ സ്വഭാവം ഉള്ളവരായിരിക്കണം, യേശുവിനെ പോലെ സൗമ്യതയും താഴ്മയും ഉള്ളവരായിരിക്കണം. इसलिए हमें यीशु के बारे में समझना है, उनकी रीतियां समझना है और उनके रीति से दीन और सौम्य बनना है. സ്നേഹിക്കുന്നത് എങ്ങനെ വേണം? യോഹന്നാൻ 13:34 കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. യോഹന്നാൻ 13:34. यूहन्ना 13:34 में हम इस प्रकार से पढ़ते हैं कि मैंने जिस प्रकार से तुमसे प्रेम किया है वैसे ही तुम भी आपस में प्रेम करो. ऐसे प्रेम करने के विषय में हमको बताया गया है. പ്രിയപ്പെട്ടവരെ, കണ്ടോ, അപ്പൊ നമ്മൾ എത്ര മറ്റുള്ളവരെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാലും ഇവിടെ ഇതാ നിലവാരം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ യേശു സ്നേഹിച്ച ആ നിലവാരമാണ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. देखो यहाँ प्रेम करने के विषय में क्या बोला गया है, वह स्तर जो है वो प्रभु यीशु ने किस प्रकार से हमें प्रेम किया है, वह स्तर के अनुसार हमें प्रेम करना है एक दूसरे से.
കൊലോസ്യർ 3:13 ക്ഷമിക്കുന്നതിനെ കുറിച്ച് പറയുന്നു, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ വേണം നിങ്ങളും ക്ഷമിക്കാൻ. കൊലോസ്യർ 3:13. कुलीसी 3:13 में हम इस प्रकार से पढ़ते हैं कि जैसे प्रभु ने हमको क्षमा किया है वैसे ही हमें भी दूसरों को क्षमा करना है. റോമർ 15:7 പറയുന്നു, ക്രിസ്തു നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവീൻ. റോമർ 15:7. रोमियो 15:7 में हम पढ़ते हैं कि जैसे प्रभु ने हमें स्वीकारा है वैसे ही तुम भी एक दूसरे को स्वीकारो. പ്രിയപ്പെട്ടവരെ, 1 പത്രോസ് 1:16 പറയുന്നു, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. അപ്പൊ കർത്താവിനെ പോലെ ഉള്ള വിശുദ്ധിയാണ് അവിടെയും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന. 1 പത്രോസ് 1:16. 1 पत्रस 1:16 में हम इस प्रकार से पढ़ते हैं, जिस प्रकार से परमेश्वर पवित्र है वैसे ही हमें भी पवित्र चाल चलना है. वहां का स्तर भी हमें प्रभु यीशु के साथ तुलना किया गया है उसके जीवन के अनुसार. ഇങ്ങനെ ധാരാളം വാക്യങ്ങൾ നമുക്ക് പുതിയ നിയമത്തിൽ കണ്ടെത്താനായിട്ട് കഴിയും. ऐसे कई वचन हम नए करार में पढ़ सकते हैं. അപ്പോ നമ്മള് സൗമ്യതയും താഴ്മയും അതാരെ പോലെ വേണം? കർത്താവിനെ പോലെ വേണം. हमें दीन और सौम्य किस प्रकार से होना है? प्रभु यीशु के समान. സ്നേഹിക്കുന്നത് ആര് സ്നേഹിച്ചതുപോലെ വേണം? കർത്താവ് സ്നേഹിച്ചതുപോലെ നമ്മൾ തമ്മിൽ സ്നേഹിക്കണം. हमें प्रेम किस प्रकार से करना है? उसी रीति से जैसे प्रभु यीशु ने हमसे प्रेम किया था. ക്ഷമിക്കുന്നത് എങ്ങനെ വേണം? കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ നമ്മളും മറ്റുള്ളവരോട് ക്ഷമിക്കണം. हमें क्षमा किस प्रकार से करना है? जिस प्रकार से प्रभु यीशु ने हमें क्षमा किया है वैसे ही हमें एक दूसरे के साथ क्षमा करना है. കർത്താവ് പാപികളായ നമ്മളെ ആ നിലയിലുള്ള ഒരു ഡിമാൻഡും കൂടാതെ ഏകപക്ഷീയമായി അക്സെപ്റ്റ് ചെയ്തതുപോലെ, കൈക്കൊണ്ടതുപോലെ നമ്മളും എന്ത് വേണം? നമ്മളും മറ്റുള്ളവരെ മുൻവിധി കൂടാതെ കൈക്കൊള്ളണം. റോമർ 15:7. रोमियो 15:7 में हमने क्या पढ़ा कि जिस प्रकार से प्रभु ने हमसे कुछ भी मांग रखे बिना हमें स्वीकारा वैसे ही हमें भी दूसरों को भी उसी रीति से उनसे कोई मांग रखे बिना उनको स्वीकारना है. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ നമ്മൾ ഒടുവിൽ പറഞ്ഞത്, കർത്താവ് നമ്മളെ വിളിച്ച കർത്താവിന്റെ വിശുദ്ധിക്കൊത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. जिस प्रकार से प्रभु यीशु शुद्ध है उसी रीति से हमारे जीवन की सारी रीतियों में हमें पवित्रता पालन करना है. ഇതൊക്കെ വെറുതെ പറഞ്ഞേക്കുന്ന വാക്യങ്ങളാണോ? ये सब केवल ऐसे बताए हुए चीजें हैं क्या? ഇതെല്ലാമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ 10 വർഷം പോയാലും 15 വർഷം പോയാലും ഓരോ ദിവസവും ദൈവസന്നിധിയിൽ ഈ ചുങ്കക്കാരനെ പോലെ മാറത്തടിച്ച്, അയ്യോ ദൈവമേ, ഞാൻ ഈ നിലവാരത്തിനൊപ്പമായിട്ടില്ലേ, ഞാൻ പാപിയാണേ എന്ന് നിലവിളിക്കാനേ നമുക്ക് കഴിയുള്ളൂ. अगर इन चीजों को हम सही रीति से पालन करने का प्रयास करेंगे तो हम हमेशा इस चुंगी वाले जैसे अपने छाती पर हम मारते हुए हम हमेशा बोलेंगे, प्रभु मैं पापी हूं, मुझ पर दया कीजिए करके हम हमेशा रोएंगे. പ്രിയപ്പെട്ടവരെ, ഈ നിലവാരം കാണുന്നത് നമ്മളെ തന്നെ ഒത്തിരി വിനയപ്പെടുത്തും. अगर हम इस स्तर जो परमेश्वर का वचन हमसे बात बोल रहा है वह अगर हम देख लेंगे तो वो हमें बहुत दीन करेगा. നമ്മൾ ബൈബിളിലെ ദൈവത്തെ കണ്ട പല ദൈവദാസന്മാരെ കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വായിക്കുന്നുണ്ട്. हमने कई संतों के विषय में पुराने नियम और नए नियम में देखा है जिन्होंने परमेश्वर को जाना है. മോശ ദൈവത്തിന്റെ മുഖം കാണാൻ ആഗ്രഹിച്ചു. ദൈവത്തിന്റെ പിൻഭാഗം മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. मूसा जो था वह परमेश्वर को देखना चाहता था, उसने परमेश्वर का मुंह नहीं देख पाया परंतु केवल पीछे का भाग देख पाया. എങ്കിൽ പോലും ദൈവത്തെ മുഖാമുഖം ആ നിലയിൽ കാണാനായിട്ടിടയായത് അവനെ അതിസൗമ്യനാക്കി തീർത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. इस प्रकार से उसने प्रभु को जो देखा वह चीज ने उसके जीवन को पूरा बदल कर
बहुत ही उसे सौम्य बना दिया। പെനിയേലിൽ വെച്ച് യാക്കോബ് ദൈവത്തെ ഒന്ന് കാണാനിടയായത് അതിനെ തുടർന്ന് അവന് എന്തായി തീർന്നു? അവന്റെ തുടയുടെ തടം ഉളുക്കിയവനായി തീർന്നു എന്ന് നമ്മൾ ഉൽപ്പത്തി 32 വായിക്കുന്നു. हम उत्पत्ति 33 में पढ़ते हैं जिस प्रकार से पेनियल में याकूब का जो हड्डी अपने जगह से हिल जाता है, वहां पर वह एक गरीब अवस्था में पहुंच जाता है। പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് മോശയായാലും യാക്കോബായാലും ദൈവത്തെ കണ്ടത് അവരുടെ ജീവിതത്തിൽ ഒരു നുറുക്കത്തിന് അയ്യോ എന്നൊരു നിലവിളിക്കിടയാക്കി. इन सबों के जीवनों से, चाहे मूसा हो या याकूब हो, उन सबों ने जब परमेश्वर के साथ उनका संबंध हुआ तो वह इस रीति से एक गरीबी में आए, हे परमेश्वर मुझ पर दया करो करके एक बुलाहट उनके जीवन में आया। ഇയ്യോബ് ദൈവത്തെ മുഖാമുഖമായിട്ട് കണ്ടതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 42 അധ്യായം 5 വാക്യത്തിലാണ്. हम इय्योब के 42 के 5 में पढ़ते हैं किस प्रकार से वह जब परमेश्वर को देखता है तो हाय मेरी अवस्था ऐसी है करके वह इस प्रकार से पुकारता है। ഇയ്യോബ് അവിടെ പറയുന്നു, ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ കണ്ണാൽ നിന്നെ കാണുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. वह इस प्रकार से बोलता है कि अब मैंने तुझे देख लिया है, इसलिए मैं अपने आप को राख में डालकर मैं अपने पापों का अंगीकार करता हूँ। പഴയ നിയമഭക്തൻ കർത്താവിന് മുമ്പ് ജീവിച്ചിരുന്ന 700 വർഷം മുമ്പ് ജീവിച്ചിരുന്ന യെശയ്യാവിന്റെ ചരിത്രം നമുക്കറിയാം. പഴയ നിയമഭക്തനായ യെശയ്യാവിന്റെ ചരിത്രവും വ്യത്യസ്തമല്ല. आयशाया के विषय में भी जो हम पढ़ते हैं चरित्र तो कुछ अलग नहीं है, वैसा ही है। യെശയ്യാവ് 6:5 യെശയ്യാവ് പറയുന്നു, എന്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടുവല്ലോ എന്ന് പറയുന്നു. यशाया के 6वें अध्याय में हम देखते हैं कि मैंने परमेश्वर को देख लिया है करके वो बोलता है। പക്ഷെ അങ്ങനെ കണ്ടതിന്റെ ഫലമായിട്ട് യെശയ്യാവ് പറയുന്നു, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ. वहां देखिए वो इस प्रकार से परमेश्वर को देखने के बाद वह स्वयं के विषय में बोलता है कि मेरा जवान जो है वह बुरा है करके अपने आप को वो अंगीकार करता है। കണ്ടോ, അതിനു മുമ്പ് അതിന്റെ യെശയ്യാവ് 3-5 മൊത്തം 8 പ്രാവശ്യം മറ്റുള്ളവർക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ യെശയ്യാവ് ഇവിടെ ഇതാ ഇപ്പോൾ സ്വന്തം മാറത്തടിച്ചു പറയുന്നു, എനിക്ക് അയ്യോ കഷ്ടം. यशाया के 2 अध्याय और 3 अध्याय और 5वें अध्याय में वो कई लोगों के विषय में हाय वो कितने बुरे हैं करके बोलने वाला व्यक्ति 6वें अध्याय में वो अपने विषय बोलता हाय मैं कितना पापी हूं करके। ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് കർത്താവിനെ കണ്ട പൗലോസ് പുതിയ നിയമഭക്തന്റെ അനുഭവം നമുക്കറിയാം. दमास्कस के रास्ते पे जाते वक्त पौलुस जो नया करार का व्यक्ति है उसके विषय में भी हम जानते हैं। റോമർ 7 പൗലോസിന്റെ നിലവിളി നമ്മൾ കേൾക്കുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. रोमियो 7 में हम देखते हैं कि मैं बुरा व्यक्ति करके पौलुस अपने विषय में साक्षी देता है। 1 തീമോഥെയോസ് 1:15 നമ്മൾ കേൾക്കുന്നു, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന ഏറ്റുപറച്ചിൽ. वहां तिमोथी के पहले अध्याय में हम देखते हैं किस प्रकार से पौलुस बोलता है कि पापियों में मैं पहलौटा हूं करके बोलता है। പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള ചില ഭക്തന്മാരെ കുറിച്ചാണ്. हम जो देख रहे थे वो पुराने नियम और नए नियम के कई संतों के विषय में हम देख रहे थे। അവരൊക്കെ ദൈവിക നിലവാരം കണ്ടു. ആ നിലവാരം കണ്ടപ്പോൾ അവരുടെ ആത്മീയമായ ദരിദ്രാവസ്ഥ അവർ കണ്ടു. उन्होंने वह आत्मिक स्तर जो जरूरत का है वह उन्होंने जब समझा तो अपनी गरीबी अपनी स्तर को वो समझकर वह दीन बने। അത് കണ്ട് അവര് ഒരു പുതിയ തലത്തിലേക്ക്, ആത്മീയമായ ഒരു സമ്പന്നതയിലേക്ക് തങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
उसको समझकर वह आत्मिक रीति से प्रगति पाने के लिए एक जरूरतमंद हृदय से वो प्रार्थना करने लगते हैं। അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആത്മാവിലെ ദരിദ്രൻ ദൈവത്തിന്റെ നിലവാരം കാണണം, അതിന്റെ വെളിച്ചത്തിൽ സ്വന്തം കുറവ് കാണണം, അതിനെ തുടർന്ന് ദൈവത്തോട് അപേക്ഷിക്കണം. हम इसी विषय में हम बोल रहे थे कि प्रभु की जो स्तर है, जो प्रभु चाहता है, उसको पहले समझना, उसके अनुसार से हमारे जीवन की जरूरत को या स्तर को समझना, और तीसरा परमेश्वर के पास जाकर मांगना, ये तीनों चीजों के विषय में हम सोच रहे हैं। ഭൗതികമായിട്ട് ദരിദ്രനായ ഒരാളും എന്താ ചെയ്യുന്നത്? ഇതേ കാര്യം തന്നെയാണ്. ഒരു ധനികന്റെ സമ്പന്നത കാണുന്നു, തന്റെ കുറവ് മനസ്സിലാക്കുന്നു, ധനവാനോട് നിലവിളിക്കുന്നു. एक शारीरिक रीति में भी एक गरीब व्यक्ति किस प्रकार से एक अमीर व्यक्ति का स्तर समझता है या उसकी संपन्नता को समझता है, अपनी गरीबी को समझता है, उसके बाद वह गरीब व्यक्ति के पास जाके पूछता है, मांगता है, मुझे दे दो करके। പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ ആത്മാവിലെ ദരിദ്രരാണോ? നമുക്ക് ഈ 3 കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താൻ കഴിയും. आत्मिक रीति से इस प्रकार से गरीब होना है तो हमें भी इन तीनों चीजों को रखकर अपने जीवन को जांचना है। ഇങ്ങനെ ആത്മാവിലെ ദരിദ്രനായ ഒരാളിന്റെ പ്രത്യേകതകളും നമുക്ക് വേണമെങ്കിൽ വളരെ വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോകാം. हम इस प्रकार से एक आत्मिक गरीब व्यक्ति के कुछ गुण विशेषताओं के विषय में हम थोड़ा जल्दी से गुजर कर जाएंगे। അവൻ എപ്പോഴും സ്വന്തം കുറവ് കാണും, അത് അവനെ ഒരു ദുഃഖത്തിലേക്ക് നടത്തും. वह हमेशा अपनी जरूरत को समझेगा और वह परमेश्वर की ओर लेके जाएगा उसे। അതുകൊണ്ടാണ് മത്തായി 5:3 ആത്മാവിലെ ദാരിദ്ര്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് തൊട്ടടുത്ത് പറയുന്നത്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. കണ്ടോ, ആത്മാവിലെ ദാരിദ്ര്യം ഒരു നിലവിളിയിലേക്ക് നടത്തി. देखिए मत्ती 5 में तीसरे वचन में हम वह मन की दीनता के बाद हम देखते हैं जो दुखी है उन व्यक्तियों के विषय में। हम इस प्रकार से हम मन के दीन रहेंगे तो हमें वह एक दुख की ओर लेके जाएगा। അതുപോലെ തന്നെ ആത്മാവിലെ ദരിദ്രൻ മറ്റൊരാളുടെ നേരെ ചൂണ്ടാൻ അവന് വിരലുകൾ ഉണ്ടാവുകയില്ല, മറ്റൊരാളെ വിധിക്കുകയില്ല. और जो मन का दीन है, जो आत्मिक गरीबी में है, वह कभी भी दूसरों का न्याय नहीं करेगा, दूसरों को उंगली नहीं उठाएगा। നമ്മൾ പറഞ്ഞ ലൂക്കോസ് 18 ആ ചുങ്കക്കാരൻ പരീശനെ കുറിച്ചോ മറ്റാളുകളെ കുറിച്ചോ ഒരു വാക്കുപോലും പറയുന്നില്ല, മറ്റുള്ളവരെ വിധിക്കുന്നില്ല. हम वो चुंगी लेने वाले व्यक्ति के प्रार्थना के विषय में लूका 18 में जो पढ़ा था, वह किसी का न्याय नहीं कर रहा है, किसी को बुरा नहीं बोल रहा है। നമ്മൾ യെശയ്യാവിന്റെ കാര്യം പറഞ്ഞു. അതുവരെ മറ്റുള്ളവർക്ക് കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന യെശയ്യാവ് ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നീട് മറ്റുള്ളവരുടെ നേരെയല്ല വിരൽ ചൂണ്ടുന്നത്, ആ വിരലുകൾ മടക്കി ആ കൈത്തണ്ട സ്വന്തം നെഞ്ചത്തിടുക ചെയ്തത്. എനിക്കയ്യോ കഷ്ടം. आयसाया के विषय में भी हमने पढ़ा कि वह पहले अध्यायों में सब लोगों के विषय में हाय तुम्हारा क्या ऐसे बोलने वाला व्यक्ति 6वें अध्याय में अपने विषय में बोलता है, हाय मेरी अवस्था कैसी है करके। അപ്പോൾ അങ്ങനെയുള്ള ഒരു ആത്മാവിലെ ദരിദ്രൻ സ്വന്തം കുറവ് കണ്ട് മറ്റുള്ളവരെ വിധിക്കാതെ ദൈവമുമ്പാകെ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനായിരിക്കും. ऐसा एक व्यक्ति जो अपनी आत्मिक गरीबी में है, अपनी अवस्था को समझकर वह हमेशा अपने आप को, आपकी जरूरत को समझकर वो प्रार्थना करने लगेगा। 1 തെസ്സലോനിക്കർ 5:17 നമ്മൾ വായിക്കുന്നത് ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എന്നാണ്. 1 തെസ്സലോനിക്കർ में हम पढ़ते हैं कि निरंतर प्रार्थना करो करके। പ്രിയമുള്ളവരെ, നിരന്തരം നമ്മൾ നമ്മുടെ ആത്മാവിലെ പാപ്പരത്വം, ഒന്നുമില്ലായ്മ കണ്ടാൽ നിരന്തരം ഒരു നിലവിളി ഉണ്ടാകും. ആ നിലവിളി തന്നെയാണ് പ്രാർത്ഥന. हम हमारी अगर जरूरत को सही रीति से समझ जाएंगे तो हम हमेशा इस प्रकार से हम अपनी जरूरत को मांगेंगे, वही है सच्ची प्रार्थना। അതുമാത്രമല്ല, അവൻ എപ്പോഴും പരിശുദ്ധാത്മാവിനെ വിലമതിക്കുന്നവനായിരിക്കും. പരിശുദ്ധാത്മാവ് സഹായകൻ, ഹെൽപ്പർ ആണല്ലോ. ഈ കാര്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ സഹായവും നിരന്തരം തേടുന്നവനായിരിക്കും ആത്മാവിലെ ദരിദ്രൻ.
वह केवल प्रार्थना करने वाला ही नहीं परंतु पवित्र आत्मा को भी वह मांगने वाला, वह जो सहायक है उसकी सहायता मांगने वाला हमेशा बना रहेगा। അതുമാത്രമല്ല, അവൻ നിരന്തരം ഓരോ നാൾ കഴിയുന്തോറും ഈ വഴിയിൽ പോയാൽ ആത്മീയമായ പുരോഗതി ഓട്ടക്കളത്തിൽ മുന്നോട്ട് ചുവട് വയ്ക്കുന്നവനായിരിക്കും. इस प्रकार से वह दीनता में बढ़ता जाएगा तो वह आत्मिक प्रगति करेगा, वह दौड़ में हमेशा वह आगे निकलेगा। അവൻ എപ്പോഴും മറ്റൊരാളെ വിധിക്കുകയോ മറ്റാളുകളെ നോക്കുകയോ ചെയ്യാത്തത് കൊണ്ട് എപ്പോഴും അവൻ സന്തോഷമുള്ളവനും ആത്മാവിൽ ഒരു സ്വാതന്ത്ര്യമുള്ളവനുമായിരിക്കും. क्योंकि वह दूसरों को नहीं देख रहा है, दूसरों का न्याय नहीं कर रहा है, इसलिए वह खुद में आनंदित रहेगा और संतुष्ट रहेगा। പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരുവനല്ലേ ഭാഗ്യവാനായിട്ടുള്ളത്? प्रियजनों, ऐसा ही व्यक्ति क्या वो भाग्यवान नहीं है, धन्य नहीं है क्या? അതുകൊണ്ട് കർത്താവ് പറയുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാൻ. इसीलिए प्रभु ने बोला है कि मन के आत्मा के जो गरीब हैं वे ही धन्य हैं। ദൈവത്തിന്റെ പടിവാതിക്കൽ ദൈവത്തിന്റെ കൃപയ്ക്കായി യാചിച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ. इस प्रकार से प्रभु के घर के सामने खड़े होकर अनुग्रह को मांगने वाला वही धन्य व्यक्ति है। പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് ഓരോ ദിവസവും ആത്മാവിലെ ദാരിദ്ര്യത്തോടെ നിൽക്കാം. हम इन दिनों में इस प्रकार से एक आत्मिक गरीबी में हम हमेशा चलेंगे। ഇത് ദൈവസന്നിധിയിലാണ് നിൽക്കുന്നത്, മറ്റാരും കാണുന്നില്ല. यह चीज हम केवल परमेश्वर के सामने है और किसी के सामने नहीं। നമ്മളെ കാണുന്ന ദൈവം നമ്മളെ കുറിച്ച് ഭാഗ്യവാൻ എന്ന് സർട്ടിഫൈ ചെയ്യട്ടെ. वह परमेश्वर जो हमें देख रहा है वह हमें से इस प्रकार से बोले, हाँ ये व्यक्ति धन्य है करके। ക്രിസ്തീയ ജീവിതത്തിൽ എത്ര വർഷങ്ങളുടെ സീനിയോറിറ്റി നേടിയാലും ആത്മാവിലെ ദാരിദ്ര്യം എന്ന തുടക്കത്തിലുള്ള ആ ഒരു കാര്യം നമ്മൾ കൈമോശം വരാതെ സൂക്ഷിച്ചാൽ, പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യം നമുക്കുള്ളതായിരിക്കും. चाहे ख्रिस्ती जीवन में हम कितने भी बड़े क्यों ना हो गए हो, कई साल क्यों ना गुजर गए हो, हम इस प्रकार से वो मन की दीनता को कभी खोए बिना हम रहेंगे तो हम धन्य और स्वर्ग का राज्य हमारा रहेगा। നമുക്കൊരു നിമിഷം നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ശോധന ചെയ്യാം. हम एक कुछ समय के लिए हम अपने आप को जांचेंगे परमेश्वर के सानिध्य में। സഭയിൽ ആദ്യം വരുമ്പോ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടപ്പോൾ എനിക്ക് ആത്മാവിലെ ദാരിദ്ര്യം ഉണ്ടായിരുന്നു. जब मैं कलीसिया में पहले आया था, जब मेरा पहले उद्धार हुआ था, तब मैं आत्मा में गरीब था। ഇന്നിപ്പോൾ വർഷങ്ങൾ കടന്നുപോയി, സഹോദരന്മാർക്ക് എന്നെ കുറിച്ച് ചില മതിപ്പുണ്ട്, പലരും എന്നെ ബഹുമാനത്തോടെ നോക്കുന്നു. എനിക്ക് ആത്മാവിലെ ദാരിദ്ര്യം കൈമോശം വന്നു പോയോ? अभी मैं कलीसिया में सब मुझे पहचानने लगे हैं, सब मुझे जानते हैं, वो मुझे आदर देते हैं, तो क्या यह मेरी आत्मा की दीनता वह कमजोर हो गया या मैं खो बैठा हूं क्या? നമുക്ക് ഇന്നു മുതൽ വീണ്ടും ദിവസം പ്രതി ദൈവത്തിന്റെ പടിവാതിക്കൽ ജാഗരിക്കുന്നവരായി നിൽക്കാം. हम आज से वो परमेश्वर के घर के बाहर जाकर मांगने वाले बनेंगे आज से वापस। നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. हम 1 मिनट प्रार्थना करेंगे। ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, हमारे स्वर्गीय पिता, കർത്താവേ, ഞങ്ങൾ എന്നും അവിടുത്തെ മുൻപാകെ ആത്മാവിലെ ദാരിദ്ര്യത്തോടെ നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണേ. प्रभु हर दिन उस रीति से आत्मिक गरीबी में हम हमेशा रहने के लिए हमें मदद कीजिए प्रभु। അവിടുത്തെ ആ വെളിച്ചത്തിന് മുൻപാകെ ഞങ്ങൾ ഒന്നുമില്ല എന്ന് ഓരോ ദിവസവും കാണുവാൻ ഞങ്ങളെ സഹായിക്കണേ. आपके वो प्रकाशमय में हम कुछ नहीं है करके हमेशा अंगीकार करने के लिए हमें मदद कीजिए। ആ സത്യം കണ്ട് അങ്ങയോട് നിരന്തരം നിലവിളിക്കുന്നവരാക്കി ഞങ്ങളെ തീർക്കണേ. यह सत्य को जानकर आपको हमेशा पुकारने वाले हम बने प्रभु। മറ്റാരെയും വിധിക്കാതെ കർത്താവെ, ആ കരങ്ങൾ സ്വന്തം മാറത്തേക്ക് തന്നെ ഇട്ട് കർത്താവിന്റെ സന്നിധിയിൽ യാചിക്കാനും അപേക്ഷിക്കാനും മുട്ടാനും ഞങ്ങളെ സഹായിക്കണേ. और किसी को दोष न लगाते हुए या उंगली दिखाने के बजाय अपने ही
छाती को मारते हुए आपके पास वो दया मांगने वाले बने प्रभु। കർത്താവെ, ഈ വല്ലാത്ത ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ യഥാർത്ഥ ഭാഗ്യാവസ്ഥയിൽ അവിടുത്തെ മുമ്പിൽ നിർത്തണമേ. ആമേൻ. प्रभु इस कष्ट के समय पर जहां इतनी बुरी अवस्था के स्थिति में प्रभु इस प्रकार से एक दीन होकर जीने के लिए हमें हमेशा मदद कीजिए। आमीन। ആമേൻ.